നല്ല തേങ്ങ അരച്ച് മാങ്ങായിട്ട് വെച്ച വേളൂരിക്കറിയാണ് കേട്ടോ. വേളൂരി നല്ല കാൽസ്യമുള്ള മീനാണ് കേട്ടോ. കൊഴുവട അനിയനായിട്ട് വരും വേളൂരി. വേളൂരിയുടെ ചേട്ടനാണ് നന്ദൻ. അപ്പോൾ നമ്മൾ വേളൂരി കറി വെച്ച് കഴിക്കണേണ്ട. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരച്ച് നല്ല പുളിയുള്ള മാങ്ങ ഇട്ടിട്ട് വെച്ചേക്കണേണ്ട. ഒടുക്കത്തെ ടേസ്റ്റാണ് ടീമേ. വഞ്ചിക്കാർ പിടിച്ച വേളൂരിയാണ് കേട്ടോ. 1 കിലോ അങ്ങോട്ട് മേടിച്ച് കുറച്ചെടുത്ത് കറി വെക്കാനെടുത്ത് കുറച്ച് വറുക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്തെടുത്തേക്കണം. അമ്മച്ചിയാണ്ട് ക്ലീൻ ചെയ്ത് തന്നാ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടണേണ്ട. ഇത് കാശ്മീരി ചില്ലി അല്ല, സാധാ മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ മുളക് പൊടിയുടെ അനിയനാണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച്. ഇതെല്ലാം അവിടുത്തെ ജാറിലേക്ക് ആക്കിയിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കളർ ഇട്ടു കേട്ടോ. ഇപ്പം തന്നെ കറിയുടെ മണം വരാൻ തുടങ്ങിയിട്ടാ. ഇത് വെക്കേണ്ടത് മൺചട്ടിയിലാണ്. അത് നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ മൺചട്ടിയാണ് കേട്ടോ. മൺചട്ടിയിൽ വെച്ചാൽ ടേസ്റ്റ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും മൺചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. സംഭവം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ ഇത്. പണ്ടൊക്കെ അമ്മച്ചിയും അമ്മൂമ്മയൊക്കെ ഇത് വിറകടപ്പിലാണ് ഉണ്ടാക്കണത്. പണ്ട് കിച്ചണൊന്നും ഇല്ലല്ലോ, പുറത്തിട്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ പുറത്തിട്ട് ഇത് വേവിക്കാൻ നേരത്ത് ഇതങ്ങോട്ട് കൊതച്ച് വരുമ്പോൾ അയലന്തരത്തൊക്കെ മണം അടിക്കും. അപ്പോൾ എന്താ ചിന്ന കറക്കി ഇട്ടേക്കണമെന്ന് അമ്മച്ചി പറയും ചാളയാണ്, അല്ലെങ്കിൽ 1 കിലോ അയില മേടിച്ച് എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്ന മീനിൻ്റെ പേരാണ് വേളൂരി. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് പറയണമെന്ന് പറയണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. തിളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചേർക്കേണ്ട സാധനം മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ നിങ്ങളുടെ അളവിൽ ചേർത്തോട്ടെ. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ തിളച്ച അരപ്പിലേക്ക് ഇടാൻ വേണ്ടി പോണേ കേട്ടോ. അപ്പോൾ എല്ലാം നീളത്തിലാണ് അരിഞ്ഞേക്കണേ കേട്ടോ. കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ഇടുന്ന മാങ്ങയാണെങ്കിലും വേപ്പിലാണെങ്കിലും പച്ചമുളകാണെങ്കിലും ഇഞ്ചിയാണെങ്കിലും ഫ്രഷാണ് കേട്ടോ. ഇന്ന് മേടിച്ചതാണ് കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ സാധനങ്ങളൊന്നും ഇടരുത് കേട്ടോ. കറിയുടെ ടേസ്റ്റിനെ ബാധിക്കും അത്. സംഭവം ഇതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ചിരട്ടക്കയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആ ചിരട്ടക്കയിലിട്ട് നമ്മളൊന്നും കൂടി ഇളക്കി ഒന്ന് തിളക്കാനായിട്ട് അനുവദിക്കുന്നു അതിനെ. ഈ ചാറിൻ്റെ കളർ കണ്ട, കളർ കാണുമ്പോൾ തന്നെ എനിക്ക് ചോറിനാൻ തോന്നും. ആ രീതിയിലുള്ള കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഷ് ഫ്രഷ് ആണെങ്കിൽ മാത്രമാണ് ഇത് വെച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ. ചീഞ്ഞ സാധനമൊക്കെ ആണെങ്കിൽ ഈ പരിപാടിക്ക് നടക്കരുത് നിങ്ങൾ. ചെറിയ മീൻ എന്തും ഈ ഒരു റെസിപ്പി വെച്ച് വെക്കാട്ടെ. ഈ അരപ്പിൽ ചാളയാണെങ്കിലും കൊഴുവയാണെങ്കിലും ചെറിയ മീൻ എന്തും ഈ സംഭവം തന്നെ മതി. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. നല്ല തിളച്ച് വരുന്ന അരപ്പ് കണ്ടില്ലേ, നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേളൂരി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേളൂരി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തേക്കണേ. കളർ കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് സാധനമാണ്. ഫ്രഷ് ആണെങ്കിൽ ആ ടേസ്റ്റ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ട, എനിക്കിവിടെ നിന്നിട്ടേ ഇപ്പം തന്നെ ചോറ് ഞാൻ തോന്നുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇത്. ഈ മീനേ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഇളയത് കൊഴുവ, അതിൻ്റെ നടുക്കത്താണ് വേളൂരി, പിന്നെ ഏറ്റവും മൂത്തത് നന്ദൻ. എല്ലാ ആണുങ്ങളാണേ. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ പറഞ്ഞ മീനുകളെല്ലാം. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ തീ കുറച്ചിട്ട് വേണം വെക്കാനായിട്ടാ. ഇത് കണ്ട തിളച്ച് വരുമ്പോൾ ഇത് കണ്ട മീനൊക്കെ അങ്ങോട്ട് വെന്ത് വരും. ഈ സമയത്ത് നമുക്ക് പുളിയുണ്ട ഉപ്പുണ്ടെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പ് ഒഴിച്ചപ്പോൾ തന്നെ ഉപ്പ് ഇടണ്ട കേട്ടോ. അത് പറയാൻ മറന്നുപോയി. വിഷലിൽ നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം ഇന്നും കൂടി ഒന്ന് സെറ്റായി വരാനുണ്ട്. അപ്പോൾ ചെറിയൊരു പൊടിക്കൈകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. നിങ്ങൾ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടേ ചെറിയൊരു താളിച്ചൊഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും ചെറിയ ഉള്ളി ഇല്ലാതെ എങ്ങനെ മീൻ വെക്കുമെന്ന്. അപ്പോൾ ആ ഉലുവ ഇട്ടിട്ടില്ല, ചെറിയ ഉള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ചെറിയ ഉള്ളിയും വേപ്പിലേക്ക് ഇങ്ങനെ ചതച്ചെടുക്കാൻ വേണ്ടി പോണേ കേട്ടോ. ചതക്കുമ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവറും മണമൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മണമൊന്നും വരില്ല. എന്ത് സാധനം ഒന്ന് ചതച്ചിട്ട് നോക്ക്. വേപ്പിലേക്ക് ഇടുമ്പോൾ ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പിലുടെയൊക്കെ ഒരു ആ മണം കറിയിൽ പിടിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണേ കേട്ടോ. ഞങ്ങളെല്ലാം വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുള്ളൂ. എന്ത് കാര്യത്തിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ കേട്ടോ. വേറെ ഓയിലൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മുടെ അലുവട അനിയൻ ഉലുവ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
ഉലുവ ഇട്ടുള്ള താളിപ്പാണ് ഇത്. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്, ഇത്തിരി കൂടിപ്പോയി. നിങ്ങൾ ഇടുമ്പോൾ അത്ര ഉലുവ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തിടണം, നമ്മൾ ആ ചതച്ച് വെച്ചേക്കണ നമ്മുടെ ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും എല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കണം. മൂപ്പിക്കുന്നത് ചെറിയ തീയിലാണ്ട് ഇത് മൂപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ക്ഷമ വേണം. ഇങ്ങനെ പയ്യെ സംഭവം സെറ്റായി വരും. ചില ആൾക്കാർ നല്ല റെഡാകുമ്പോഴാണ് ഒഴിക്കണത്. എനിക്ക് അധികം റെഡാകണത് എനിക്ക് ഇഷ്ടമല്ല. ഒരു 90% ഇത് വേവിക്കുള്ളൂ. റെഡായി കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ചുവ വരും കറിക്ക്. ഈ സമയത്ത് മുളക് പൊടി ഇടണമെങ്കിൽ ഇടാട്ടാ. അപ്പോൾ ഞാൻ മുളക് പൊടി ഇടണില്ല, ഞാൻ സെപ്പറേറ്റ് മുളക് പൊടി ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് ഇടുകയുള്ളൂ. അത് ഓപ്ഷനാണ്. മുളക് പൊടി ആവശ്യമില്ലാത്ത ആൾക്കാർ ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് ഇത്തിരിയും കൂടി കളർ കിട്ടാൻ വേണ്ടി ഞാൻ മുളക് പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ താളിച്ച് ഒഴിക്കലങ്ങോട്ട് ഒഴിക്കണേണ്ട. ഒഴിക്കുമ്പോൾ ഒരു മണം വരും, ഒരു ആ സൗണ്ട് ഞാൻ വായ കൊണ്ട് ഉണ്ടാക്കിയതാണ്ട. മീൻകറി പല രീതിയിൽ വെക്കാം കേട്ടോ. നമുക്ക് 10-30 സ്റ്റൈലിൽ വെക്കാം. ഇപ്പോൾ ഒരു സ്റ്റൈലാണ് ഇത്, നാടൻ ഏറ്റവും ലളിതമായിട്ട് വെക്കാൻ പറ്റിയ സ്റ്റൈലാണ്. നല്ല ടേസ്റ്റ് ആയിക്കോളൂ. പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊടി നമ്മുടെ വെളിച്ചെണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് ഇത്തിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു കളർ വരുള്ളൂ. ആ ഒരു കളർ വരുന്നത് നല്ലതാണ്. കറി കാണാനും സ്റ്റൈലായിക്കോളൂ. കഴിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട കറി? ശരിക്കും തണുത്തിട്ട് കഴിക്കാൻ പാടില്ല, നമുക്ക് ക്ഷമയില്ല. ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടി പോണേണ്. വേളൂരി കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ട് കേട്ടോ. വറുക്കണേന്നും കാണിച്ചില്ല. അപ്പോൾ ഞാനായിരുന്നു കേട്ടോ ഇത്ര നേരം ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ കുക്കിംഗ് കാണാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അജയ് വന്ന് അപ്പോൾ അജയ് വന്നപ്പോൾ അജയെ പിടിച്ചിട്ടിരിക്കുന്നത് നല്ല കുത്തരി ചോറാണ്ട് വിളമ്പണത്. അപ്പോൾ കറിയുടെ കളർ എങ്ങനെയുണ്ട് താരെ? കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കറി വെച്ചിട്ടിരിക്കുമ്പോൾ കഴിക്കാൻ തോന്നിയില്ലേ? ആ തോന്നിയല്ലോ. അതാണ് എൻ്റെ കറിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇത്തിരി, ഈ മീനിൻ്റെ പേരെന്താണ്? വാളൂരി അല്ല, വേളൂരി. ആ കളറ് കണ്ടടിമേ, ഇത് കളറ് കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നും. ഇത് തണുത്ത ചോറാണെങ്കിലേ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ചോറ് വേണമെങ്കിൽ തിന്നോട്ടാ. ശരിക്കും ഇത് ഇപ്പോഴല്ല കഴിക്കേണ്ടത്, പിറ്റേ ദിവസമാണ് കഴിക്കേണ്ടത്. രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഈ സാധനം കഴിക്കണം. ചോറോ അപ്പോ പുട്ടോ എന്തെങ്കിലും കൂട്ടി കഴിക്കണം. ശരിക്കും പറഞ്ഞാലില്ലേ ചേട്ടന് നല്ല കൈപ്പുണ്യം ഉണ്ട് കേട്ടോ. ഇതൊക്കെ എവിടെ നിന്ന് മേടിച്ചതാ? അമ്മച്ചിയുടെ നിന്ന് കിട്ടിയതാണോ? അമ്മച്ചിയുടെ നിന്ന് കിട്ടിയതാ. ശരിക്കും അമ്മച്ചിക്ക് അമ്മൂമ്മയുടെ നിന്ന് കിട്ടിയതാ. ഞാൻ എന്ത് വെച്ചാലും മോശം വരാറില്ല. എന്തോ ഒരു കാരണത്താലും ശരിയാവും. ചേട്ടൻ ഉണ്ടാക്കുന്ന മീൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ബീഫ് കറിയും നന്നായിട്ട് വെക്കും. പിന്നെ ചില സമയത്ത് എനിക്കൊരു മടി വരും കേട്ടോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതായത് മീൻ കറിയും ചിക്കനൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു മടി വരുമ്പോൾ ചുമ്മാ ചേട്ടനെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ കറി കഴിച്ചിട്ട്? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കഴിക്കണണ്ട ഇതുപോലെയാണ്. കൈ നിറച്ച് ചോറെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കറിയെല്ലാം വെച്ച് ചാറെല്ലാം വെച്ച് ഇങ്ങനെ കഴിക്കണം. അതാണ് ടേസ്റ്റ്. അമ്മച്ചി ഒന്നും മിണ്ടല്ലല്ലോ. അമ്മച്ചിയുടെ ഉറക്കമൊക്കെ തന്നെ എണീറ്റതാണ്ട്. അമ്മച്ചീനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എണീപ്പിച്ചതാണ്. അപ്പോൾ അമ്മച്ചിക്കും ഭയങ്കര ഇഷ്ടപ്പെടാതിരിക്കേണ്ട ആവശ്യമില്ല. അമ്മച്ചിയാണ് എന്നെ പഠിപ്പിച്ചു തന്നത് ഇത്. അപ്പോൾ ഈ മീനിൻ്റെ പേര് വേളൂരി. വേളൂരി. വീട്ടിൽ ചെന്ന് വെച്ച് കൊടുക്കണോട്ടോ മമ്മിക്ക്. ഉറപ്പായിട്ടും വെച്ച് കൊടുക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.